ചുറ്റുപാട് നോക്കിയപ്പോൾ വയലിൽ ഒരാൾ പണിയൊക്കെ കഴിഞ്ഞ് കയറി വരുന്നുണ്ട്. അയാൾ അവിടെ വെച്ചിട്ട് പോയതായിരുന്നു. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായ ദൂരെ നിൽക്കുന്ന ആളുടെയാണ്. അതിനടുത്തേക്ക് അയാൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, നമുക്കറിയാം, വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കി, നമുക്ക് അറിയാം, അയാളെ നമുക്ക് പറ്റിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ മൂത്ത കുട്ടി പറഞ്ഞു, എന്തിനാ, നമുക്കവനെ പറ്റിച്ചാൽ പോരെ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഒരു ഗോൾഡ് കോയിൻ, അവരുടെ അടുത്ത് ഗോൾഡ് കളറുള്ള കോയിനാണ്, 10 റുപ്പിയുടെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെയുള്ളൊരു കോയിന് നമുക്ക് ഈ ബൂട്ടിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ നമുക്കിത് വെച്ചിട്ട് നമുക്ക് മാറി നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മാറി നിന്ന് നോക്കി. അപ്പോൾ അയാൾ പണിയെല്ലാം കഴിഞ്ഞ് മടുത്ത് വരികയാണല്ലേ. മടുത്ത് വന്ന് നോക്കുമ്പോൾ ഈ ബൂട്ടിൻ്റെ അകത്ത് എന്ത്, ബൂട്ടിടാൻ നോക്കുമ്പോൾ എന്താ ഉള്ളത്? നമ്മുടെ 10 രൂപയുടെ കോയിനുണ്ട്. അപ്പോൾ അയാൾ എല്ലാ ഭാഗത്തും നോക്കി, ദൈവം, ഇത് എവിടുന്നാണ് ഈ കോയിൻ വന്നത്? അപ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ദൈവത്തിന് നന്ദി, എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന്. അപ്പോൾ കുട്ടിക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എങ്ങനെയായിരിക്കണം? തിന്മയിലേക്ക് പോകാതെ നന്മയിലൂടെ അത്ഭുതങ്ങളും കുസൃതികളും ഒക്കെ നന്മയാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം.